കൂട്ടുകാരെ, നമുക്കൊന്നൊരു മോരുകറി പരിചയപ്പെടാം. മോരുകറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, വെള്ളരിക്ക, ഉപ്പും മഞ്ഞളും, ലേശം മുളക് പൊടിയും, പിന്നെ പച്ചമുളക് കീറിയിട്ടത്, 2-3 വെളുത്തുള്ളിൻ്റെ അല്ലി, അതുപോലെ തന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം അതും ചതച്ചിട്ട്, കരിവേപ്പിലി, ലേശം വെളിച്ചെണ്ണയും ഉപ്പും ഇട്ട് ലേശം വെള്ളം ഒഴിച്ച് ഒറ്റ വിസിൽ അടിച്ചെടുത്ത് വേവിച്ചെടുത്തു. അതിലേക്ക് അരപ്പിന് ആവശ്യമായത് തേങ്ങയും അതുപോലെ തന്നെ ജീരകവും ആണ്. നല്ലോണം ഫൈനായിട്ട് അരയ്ക്കണം. അരച്ചെടുത്ത സമയത്ത് നമ്മൾ തൈര് അതിലേക്ക് തേങ്ങയിലിട്ട് അടിക്കുക. എന്നിട്ട് അത് ഒഴിച്ച് എടുത്ത് എടുത്തതാണ്. തിളയ്ക്കുമ്പോൾ വാങ്ങണം, നല്ലോണം തിളയ്ക്കരുത്. തിളയ്ക്കുമ്പോൾ വാങ്ങി പിന്നെ വറവിനാവശ്യമായത് ഉലുവയും കടുകും മുളകും കരിവേപ്പിലയും, ലേശം നെയ്യ് ഒഴിക്കുക. വെളിച്ചെണ്ണൻ്റെ കൂടെ ലേശം നെയ്യ്, മോരുകറി ഒഴിക്കുമ്പോൾ ലേശം നെയ്യ് ഒഴിച്ചാൽ ടേസ്റ്റ് കൂടും. ഇതാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഓക്കേ, നമുക്കൊരു തോരൻ പരിചയപ്പെടാം. ഇതെന്താ അറിയോ? കപ്പളങ്ങ കൊത്തി അരിഞ്ഞതാണ്. അതിലേക്ക് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ചതച്ചിട്ട് അത് ഒന്ന് ആവി കയറ്റിയെടുത്തതാണ്. അതിലേക്ക് തേങ്ങയും കുറച്ചിട്ട് നല്ലോണം ഇളക്കി വറവിനാവശ്യമായത് വറ്റൽമുളകും കരിവേപ്പിലി കടുകും വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് വറവിട്ടെടുത്തതാണ്. ഇതാ, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ക്യാബേജ് തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പം ഇതിൻ്റെ രുചി വരിക. നിങ്ങളൊന്ന് വെച്ച് നോക്കി ഇതുപോലെ. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണേ. സോയാ ബോൾ കറി വയ്ക്കുന്ന വിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സോയ കഴുകി വൃത്തിയാക്കി, ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി നല്ലോണം പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ലേശം മസാലപ്പൊടി, കരിവേപ്പില, ലേശം വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് തിരുമ്മിയതിന് ശേഷം കുക്കറിലിട്ട് 2-3 വിസിലടിക്കുന്നവരെ അടിച്ചെടുക്കും. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പുതിനയും കൂടിയും ചതച്ച് വെച്ചിട്ടുണ്ടാവും. വറവിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കരിവേപ്പില, വറ്റൽമുളക്, അതുപോലെ തന്നെ ഉള്ളി, ഇതെല്ലാം ഇട്ട് വഴറ്റി മൂത്തതിന് ശേഷം ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി പേസ്റ്റ് അതിലിട്ട് നല്ലോണം പച്ചമണം മാറി അതിലേക്കിട്ട് വറവിലേക്കിടും. എന്നിട്ട് വെച്ചതാണിത്. നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. സൂപ്പർ ടേസ്റ്റിയാണ്. വെച്ച് സോയാബീൻ്റെ ചൊയൊന്നും ഉണ്ടാവില്ല. ചിക്കൻ വെച്ച പോലെ തന്നെയായിരിക്കും. അതുപോലെ വെച്ച് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.